ടു ജോ ടോക്സ് ഫുട്ബോൾ. അങ്ങനെ ന്യൂ കാസിൽ ആർസണൽ സെമി ഫൈനൽ, കാരബോ കപ്പ് സെമി ഫൈനൽ കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂ കാസിൽ 2, ആർസണൽ 0. ന്യൂ കാസിൽ അങ്ങനെ കാരബോ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, ന്യൂ കാസിൽ ഫസ്റ്റ് ലെഗിൽ തന്നെ രണ്ട് ഗോളിന് മുന്നിലായിരുന്നു എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. അപ്പം സെക്കൻഡ് ലെഗിൽ വരുമ്പോൾ ആർസണലിന് മിനിമം 2 ഗോളെങ്കിലും അടിക്കണമായിരുന്നു. സമനിലയാക്കി എക്സ്ട്രാ ടൈം, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട് അങ്ങനെ പോകണമെങ്കിൽ മിനിമം 2 ഗോൾ അടിക്കണമായിരുന്നു. ഗെയിം തുടങ്ങി 1-ാമത്തെ മിനിറ്റിൽ തന്നെ ഈസാക്ക് ഒരു ഗോൾ അടിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡായിരുന്നു. അവിടുന്നും ആർസണൽ അതിൻ്റെ പാഠം പഠിച്ചില്ല. ആർസണലിൽ എന്തായാലും റിസ്ക് എടുത്തേ പറ്റത്തുള്ളായിരുന്നു. ആർസണലിൻ്റെ ഡിഫൻസും ഭയങ്കര മോശമായിരുന്നു. സലീബ വാസ് റൺ ഓവർ ബൈ മർഫി ആൻഡ് ഈസാക്ക്. വളരെ ഒരു എന്താ പറയുന്നത്, ലെത്താർജിക് ഡിഫെൻഡിങ് ആയിരുന്നു ഇന്ന് സലീബയിൽ നിന്ന് കാണാൻ പറ്റിയത്. ന്യൂ കാസിൽ ഒരു പെർഫെക്റ്റ് ഗെയിം പ്ലാനോടെയാണ് വന്നത്. അവർ ദേ ഹാഡ് എ പ്ലാൻ. എന്തായാലും ആർസണൽ റിസ്ക് എടുക്കും, ഓക്കെ, ബിക്കോസ് അവർക്കാണ് ഗോൾ ആവശ്യം. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക, ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ അത് മിസ്സാക്കാതിരിക്കുക. അങ്ങനെ മിസ്സാക്കുന്ന പ്ലെയേഴ്സ് അല്ല അവരുടെ ഭാഗത്തുള്ളത്. ഈസാക്ക് പിന്നെ മർഫി, ഇവർ 2 പേരുമാണ് ഗോൾ അടിച്ചത്. ആ 2 പേര് ഗോൾ അടിച്ചെങ്കിലും രണ്ടിനും എന്താ പറയുക, അതിൻ്റെ കപ്പിത്താനായിട്ട് നിന്നത്, ക്യാപ്റ്റനായിട്ട് നിന്നത്, 2 ഗോളിനും ക്യാപ്റ്റനായിട്ട് നിന്നത് ഈസാക്ക് തന്നെയായിരുന്നു. ഈസാക്കിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ ഗെയിമിൽ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു സാധനം തന്നെയാണ്. അതുപോലെ തന്നെ ആർസണലിന് ഒരു ചാൻസ് കിട്ടിയതായിരുന്നു 19th മിനിറ്റ് ഓഡഗാർഡിന്. അത് പോസ്റ്റിൽ തട്ടിയിട്ട് വെളിയിൽ. അത് കഴിഞ്ഞ് വലിയ ചാൻസസ് ഒന്നുമില്ല. ആർസണൽ ചുമ്മാ കുറേ പൊസിഷൻസ് ഒക്കെ കയ്യിൽ വെച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നത്തിങ് ഫ്രം ആർസണൽ, നത്തിങ്, ആബ്സല്യൂട്ട്ലി നത്തിങ്. കയ്യെന്ന് പറയുന്ന ആള് ചുമ്മാ I keep wondering how he is a professional footballer. Seriously, ഒരു സിമ്പിൾ പാസ് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓപ്പോസിഷൻ്റെ തേർഡ് ഹാഫിൽ വെച്ച് മിസ് ചെയ്യുന്നു. എടുക്കുന്ന ടച്ചസ് അല്ല, ഹെവി ടച്ചസ്. മിഡ്ഫീൽഡർ ആണോ എന്ന് ചോദിച്ചാൽ മിഡ്ഫീൽഡർ അല്ല, വിങ്ങർ ആണോ എന്ന് ചോദിച്ചാൽ വിങ്ങർ അല്ല, സ്ട്രൈക്കർ ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രൈക്കർ അല്ല. എന്ത് ടൈപ്പ് പ്ലെയറിനെ കണ്ടിട്ടാണ് അർട്ടറ്റ ഈ മഹാനെ മേടിച്ചത് എന്ന് സീരിയസ്ലി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഹി ഹാസ് 0 കോൺഫിഡൻസ്. ചുമ്മാ അനാഥപ്രേതത്തിൻ്റെ കൂട്ട് ഇതിലെ അലയുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. വെരി ഡിസപ്പോയിൻറ്റിങ് റിസൾട്ട് ഫ്രം ആൻ ആർസണൽ പോയിന്റ് ഓഫ് വ്യൂ. ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒറ്റ ഫാക്ടറാണ് ദാറ്റ് ആർസണലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു സ്ട്രൈക്കർ എന്ന് പറയുന്ന പൊസിഷൻ. ആ പൊസിഷൻ അവർ അഡ്രസ്സ് ചെയ്തില്ല ഈ ജാനുവരി വിൻഡോയിൽ. അതിന് അവരിപ്പോൾ ഒരു വലിയ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇമാജിൻ ഈസാക്ക് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, ആർസണലിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ചാൻസ് ആർസണൽ ക്രിയേറ്റ് ചെയ്തു. അവർക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാമായിരുന്നല്ലോ. സോ എഗെയിൻ കൺഗ്രാജുലേഷൻസ് ടു ന്യൂ കാസിൽ. നാളെ കാരബോ കപ്പിൻ്റെ വേറൊരു സെമി ഫൈനലുണ്ട്, ടോട്ടൻഹാം വിസസ് ലിവർപൂൾ വിസസ് ടോട്ടൻഹാം. അതിൽ ടോട്ടൻഹാം ഓൾറെഡി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ലിവർപൂൾ, ആസ് യു ഗൈസ് നോ, വളരെ സ്ട്രോങ് ടീമാണ്. ഇൻ മൈ ഒപ്പീനിയൻ ലിവർപൂൾ വിൽ ഈസിലി സ്കോർ 2-3 ഗോൾസ് ആൻഡ് അവരായിരിക്കും ഫൈനൽ മിക്കവാറും ലിവർപൂൾ വിസസ് ന്യൂ കാസിൽ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ ഒരു ലൈക്ക് അടിച്ചേര്.